യാത്ര ഒരാൾ സ്വയം കണ്ടെത്താൻ നടത്തുന്ന യാത്രയാണ്. സെന്റർ ഫോർ ഇൻഫർമേഷൻ ആൻഡ് ഗൈഡൻസ് ഇന്ത്യ സിജി എല്ലാ ദിവസവും നടത്തിവരുന്ന ഡിവിഷന്റെ 307ാമത്തെ ഇന്നത്തെ ഈ മനോഹരമായ പ്രഭാതത്തിൽ ആ യാത്രയുടെ ആദ്യ ചുവടുവെപ്പിലേക്ക് നമ്മെ ക്ഷണിക്കുന്ന ഒരു ചോദ്യവുമായി നാം ഒരുമിച്ചിരിക്കുന്നു. ഞാൻ ആരാണ്? ഹൂം ആം ഐ? കണ്ണാടിയിൽ കാണുന്ന മുഖമാണോ ഞാൻ? പേരാണോ? തൊഴിലാണോ? ബന്ധങ്ങളാണോ? അതോ ഇതെല്ലാം കടന്നു പോകുന്ന എന്നിലെ യഥാർത്ഥ മനുഷ്യനാണോ ഞാൻ? അത്തരമൊരു ആത്മാന്വേഷണത്തിലേക്ക് നമ്മെ സ്നേഹത്തോടെ കൈപിടിച്ച് നടത്താൻ ഇന്ന് നമ്മുടെ ഇടങ്ങളിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നത് ജീവിതത്തെ സേവനത്തിന്റെ കണ്ണിലൂടെ കണ്ടും മനുഷ്യ സ്നേഹത്തെ പ്രവൃത്തിയിലൂടെ ജീവിച്ചും കാണിച്ച ഒരാളാണ്. അതെ, ഇല ഫൗണ്ടേഷന്റെ സ്വന്തം ശ്രീ നജീബ് കുറ്റിപ്പുറം. മറ്റുള്ളവരുടെ ജീവിതത്തിൽ വെളിച്ചം പകരുമ്പോൾ മനുഷ്യൻ സ്വയം ഉള്ളിലെ വെളിച്ചവും കണ്ടെത്തുന്നു എന്നത് എൻ്റെ ജീവിതം കൊണ്ട് തെളിയിച്ച വ്യക്തിത്വം. നജീബ് സർ, സ്വാഗതം അറിയിക്കുകയാണ്. ഇതിൽ അപ്പുറം നജീബ് ക നമ്മുടെ ഡിവിഷനിലേക്ക് സ്വാഗതം. ബയോ ചോദിച്ചപ്പോൾ സീനത്ത് ആരാണ്, നജീബ് ആരാണ് എന്ന് കണ്ടെത്തലാണല്ലോ നമ്മൾ നടത്താൻ പോകുന്നത്. പിന്നെ അവിടെ എന്താണ് ഞാൻ? ഇലയിൽ താമസിക്കുന്നു, അങ്ങനെ പോകുന്നു, കുറെ ലക്ഷ്യങ്ങളുണ്ട് എന്ന് മാത്രം പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു വിട്ടതാണ് നജീബ് ക. എനിവേ, നജീബ് ക നമ്മുടെ ഡിവിഷനിലേക്ക് സ്വാഗതം അറിയിക്കുകയാണ്. കൂടെ നമ്മുടെ പ്രിയപ്പെട്ട പാർട്ടിസിപ്പൻസ്, ഒപ്പം നമ്മുടെ ഈ പ്രോഗ്രാമിനെ അത്രയും മനോഹരമാക്കി കൊണ്ട് നടക്കുന്ന ന്യൂസിയ മാം, ടീം ഇൻചാർജ് ആയിട്ടുള്ള ഫെമിന, ഒപ്പം ഡിവിഷൻ ടീം, എല്ലാവരെയും ഈ പ്രഭാതത്തിലേക്ക് സ്വാഗതം അറിയിക്കുകയാണ്. ഞാൻ ആരാണ് എന്ന ചോദ്യത്തിന് ഉത്തരം കണ്ടെത്താനുള്ള നമ്മുടെ ഈ യാത്രയിൽ നജീബ് ഒരിക്കൽ കൂടി സ്വാഗതം അറിയിക്കുകയാണ്. ഓവർ ടു യു സർ. വലിയ സന്തോഷം. എല്ലാവർക്കും നല്ലൊരു ദിവസം തുടങ്ങട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ്, പ്രത്യാശിക്കുകയാണ്. വളരെ വേണ്ടപ്പെട്ട ആളുകളാണ് ഈ ഗ്രൂപ്പിലുള്ള പലരും, എനിക്ക് മനസ്സിലായി. ഇങ്ങനെ ഒരു പോസ്റ്റർ വന്നതോടുകൂടി പലരും മെസ്സേജൊക്കെ അയക്കുകയുണ്ടായി. ഇന്ന് രാവിലെ ഞാൻ ഇവിടെ ഇരിക്കാൻ പോകുന്ന സമയത്ത്, രാവിലെ ഇതാണ് എൻ്റെ നജീബ് എന്താണെന്ന് ചോദിച്ചാൽ ഇതാണ് നജീബ്. ഞാൻ കരുതി ഈ സൂമിലൊക്കെ മീറ്റിംഗ് വരുമ്പോൾ സാധാരണ നമ്മൾ ഇവിടെ നല്ല കുപ്പായൊക്കെ ഇട്ട്, അപ്പൊ എനിക്ക് തോന്നി അതല്ല, ഞാൻ ആരാണെന്ന് അന്വേഷിക്കുമ്പോൾ അതിന് വലിയ പ്രാധാന്യമില്ല. ഞാൻ രാവിലെ എന്താണോ ആ കോസ്റ്റ്യൂമിലും ആ രീതിയിലും തന്നെയാണ് ഞാൻ ഇവിടെ ഉള്ളത്. രാവിലെ എണ്ണ തേച്ച് കുളിക്കും, തലയിൽ എണ്ണ തേച്ചിട്ടുണ്ട്, ചായ കുടിക്കാറുണ്ട്, പക്ഷെ അതിലേക്ക് എത്തിയിട്ടില്ല. അന്വേഷിക്കുകയാണ് നമ്മള്, ഞാൻ എന്നെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്, അത്രയേ ഉള്ളൂ. പലപ്പോഴും നമ്മള് ഈ ഉദാഹരണത്തിന് ഒരു കടലിനെ നമ്മൾ ഉപമിക്കുകയാണെങ്കിൽ, നമ്മൾ ആ കടലിന്റെ ഉപരിതലത്തിലാണ് ജീവിക്കുന്നത് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. നമ്മൾ കാണുന്നതും കേൾക്കുന്നതും നമ്മൾ ചിന്തിക്കുന്നതും അതിന് മുകളിലുള്ള കലഹങ്ങളാണ്, അതിന് മുകളിൽ പ്രക്ഷുബ്ധമായ കടലാണ്. ശാന്തമായ കടലിൽ നമ്മൾ പറയുന്നുണ്ടെങ്കിലും കടലെപ്പോഴും തിരമാലകളില്ലാത്ത കടലില്ല. പലപ്പോഴും അങ്ങനെ തോന്നിയിട്ടുണ്ട്. തിരമാലകൾക്കിടയിൽ കിടന്നിങ്ങനെ മുങ്ങുന്ന അവസ്ഥ പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. പക്ഷെ നമ്മൾ മുങ്ങണം, കടലിലേക്ക് മുങ്ങിയേ പറ്റും. വേറെ നിവൃത്തിയൊന്നുമില്ല. നമുക്ക് കടലിനടിയിൽ പവിഴം ഉണ്ട്, മുത്തുച്ചിപ്പികളുണ്ട്, അത് കണ്ടെത്തിയേ പറ്റും. പക്ഷെ അത് കണ്ടെത്താൻ പോകുമ്പോഴും നമ്മൾ പലപ്പോഴും കാണുക നല്ല കളർഫുൾ ആയിട്ടുള്ള മത്സ്യങ്ങളെ കാണാം, അല്ലെങ്കിൽ ആ രീതിയിലുള്ള കുറെ കാര്യങ്ങൾ നമുക്ക് കടലിലേക്ക് മുങ്ങി താവുമ്പോഴും കാണാൻ പറ്റും. പക്ഷെ നമുക്ക് എത്തിയേ പറ്റും. നമ്മൾ ആരാണെന്നുള്ള അന്വേഷണത്തിൽ നമുക്ക് താഴേക്ക് നമ്മൾ ഉദ്ദേശിച്ച പവിഴം എന്താണെന്ന് കണ്ടെത്തിയേ പറ്റും. അപ്പൊ മുകളിൽ ഉപരിതലങ്ങളിൽ പ്രക്ഷുബ്ധമാണ്, നമ്മൾ ദൈനംദിനം കണ്ടുകൊണ്ടിരിക്കുന്ന, ഇടപെട്ടുകൊണ്ടിരിക്കുന്ന പ്രക്ഷുബ്ധമായ അവസ്ഥയുണ്ട്. മുങ്ങിപ്പോകുമ്പോഴാണെങ്കിൽ നമ്മളെ കണ്ണിനെ തൃപ്തിപ്പെടുത്തുന്ന രീതിയിലുള്ള എന്തെങ്കിലുമൊക്കെ അതും കാണാം, നമുക്ക് ആവശ്യമുള്ളതെന്ന് തോന്നുന്ന കാര്യങ്ങളൊക്കെ കാണാം. പക്ഷെ നമുക്ക് എത്തേണ്ടത് നേരെ എന്താണെന്ന് അറിയാനുള്ള, ഞാൻ ആരാണെന്ന് അറിയാനുള്ള ഒരു ശ്രമത്തിലേക്കാണ് നമ്മൾ എത്തേണ്ടതെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. ഇപ്പോഴും ആ ഒരു പണിയിൽ തന്നെയാണെന്ന് വേണമെങ്കിൽ പറയാം, അങ്ങനെ തന്നെ പറയാൻ പറ്റുള്ളൂ.
അപ്പൊ എന്താണ് നമുക്ക് കിട്ടാനുള്ളത്? എവിടെയാണ് ഞാൻ ആരാണെന്ന് ഉള്ള ഉത്തരം എങ്ങനെ കിട്ടും? ആ, അതാണ് പ്രധാനം. സീനത്തിന് ആരോ ഉണ്ടോ? ലൈനിൽ ആരോ ഉണ്ടോ? ഇല്ല സർ, കണ്ടിന്യൂ ചെയ്തോളൂ. ഇല്ല സർ, സംസാരിച്ചോളൂ. ആ ആ ഷെനിയുണ്ട്, ഫെമിയുണ്ട്, സീനത്തുണ്ട്. ആരാണ് സീനത്ത് അല്ലെങ്കിൽ ആരാണ് ഫെമി എന്ന് ചോദിച്ചാൽ എന്താണ് ഉത്തരം പറയാം? നമുക്കാകെ കുറഞ്ഞ സമയമേ ഉള്ളൂ. പക്ഷെ നമ്മൾ പറയാം, നജീബ് ഇപ്പോ എന്റെ ബയോഡാറ്റ ചോദിച്ചു, ഞാൻ പറഞ്ഞു എനിക്ക് പറയാനുള്ളത് എന്താന്ന് വെച്ചാൽ ഞാൻ നജീബാണ്. ഉമ്മയുണ്ട്, വൈഫുണ്ട്, 4 കുട്ടികളുണ്ട്, ഇല നടത്തുന്നുണ്ട്. ഇതൊക്കെ നമ്മുടെ ഉപരിതലത്തിലുള്ള കാര്യങ്ങളായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പക്ഷെ ഞാൻ ആരാണെന്ന് ചോദിച്ചാൽ എനിക്ക് കൃത്യമായ ഉത്തരം കിട്ടാതെയാണ് ഞാൻ അടക്കമുള്ള മനുഷ്യരൊക്കെ പ്രതിസന്ധി അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. എനിക്ക് ഉറപ്പാണ്. ഈ ശരീരത്തിന് വേണ്ടിയിട്ടുള്ള ചിന്തകളാണ് പലപ്പോഴും നമ്മുടെ ഉള്ളിൽ ഉണ്ടാവാറുള്ളത്. നജീബ് തീരുമാനിച്ചിട്ടല്ല നജീബ് ഉണ്ടായിട്ടുള്ളത്. നജീബിന്റെ ഉമ്മയും ഉപ്പയും അവരെ ആഗ്രഹിച്ചിട്ടുണ്ടോ എന്നറിയില്ല നജീബ് എന്ന് പറയുന്ന ഒരാളുണ്ടാവണമെന്ന്. പക്ഷെ അവർക്ക് തീരുമാനിക്കാൻ പറ്റിയിട്ടില്ല. അവരവരുടെ സന്തോഷത്തിൽ അവർ ബന്ധപ്പെടുന്നു. പക്ഷെ ധാരാളം ലക്ഷക്കണക്കിന് സ്പേമുകളിൽ നിന്ന് നജീബ് എന്ന് പറയുന്ന ഒന്നിനെ തെരഞ്ഞെടുക്കുന്നത് നജീബും അല്ല, നജീബിന്റെ രക്ഷിതാക്കളും അല്ല. ഈ ജീവിതം വെറുതെ കിട്ടിയത് വളരെ വളരെ ഉദാത്തമായ ഒരു ടൂളാണ് ഞാൻ എന്ന് വേണമെങ്കിൽ പറയാം. ഒരു ടൂളാണ്, വളരെ വളരെ പ്രഥമമായി നമുക്ക് പരിഗണിക്കാവുന്ന ഒരു ടൂളാണ്. പക്ഷെ നമ്മൾ പലപ്പോഴും ഓട്ടോമൊബൈൽ പഠിക്കുന്നുണ്ട്, ഇലക്ട്രോണിക്സ് പഠിക്കുന്നുണ്ട്, അതല്ലെങ്കിൽ മറ്റു പലതും നമ്മൾ പഠിക്കുന്നുണ്ട്. പക്ഷെ ഞാൻ ആരാണ്, എന്താണ് നജീബ് എന്ന് ഞാൻ പലപ്പോഴും നമ്മുടെ മക്കളോ അല്ലെങ്കിൽ നമ്മളോ ആരും തന്നെ, അല്ലെങ്കിൽ നമ്മുടെ സിലബസുകളിലോ അല്ലെങ്കിൽ നമ്മുടെ ട്രെയിനിങ് ക്യാമ്പുകളിലോ നമുക്ക് ആ തരത്തിലുള്ള ഒരു പ്രതലത്തിലുള്ള കാര്യങ്ങളിലല്ലാതെ എന്താണ് ഞാൻ എന്ന് ചിന്തിക്കാനുള്ള അവസരങ്ങൾ നമ്മുടെ സിലബസിലൊന്നും ഇല്ല എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. നമ്മൾ ബയോളജി പഠിക്കുന്നുണ്ട് ഒരു പക്ഷെ, അതല്ലെങ്കിൽ നമ്മൾ ഡോക്ടേഴ്സ് ആണെങ്കിൽ അനാട്ടമി പഠിക്കുന്നുണ്ട്, മനുഷ്യന്റെ ശരീരഘടനയെ കുറിച്ച് പഠിക്കുന്നുണ്ട്, ഒക്കെ ഉണ്ട്. നജീബ് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ ഇവിടെ യഥേഷ്ടം വായുവൊക്കെ ശ്വസിച്ച് വെള്ളമൊക്കെ കുടിച്ച് ഈ അന്തരീക്ഷത്തിൽ ഈ പ്രകൃതിയിൽ നമ്മൾ അങ്ങനെ ജീവിച്ചു പോകുന്നത്. എന്തുകൊണ്ടാണ് നജീബ് ജീവിക്കുന്നത് ചോദിച്ചാൽ നജീബിന് ജീവനുള്ളത് കൊണ്ടാണ്. എവിടെയാണ് ജീവൻ എന്ന് ചോദിച്ചാൽ നജീബിന്റെ ജീവൻ എവിടെയെന്ന് നജീബിന് അറിയില്ല. ശ്വസിക്കുന്നത് കൊണ്ട് മാത്രമാണ് നജീബിന് ജീവനുണ്ടെന്ന് മനസ്സിലാവുന്നത്. ഈ ജീവൻ പോകുന്നതോടുകൂടി എന്നെ സ്നേഹിക്കുന്ന മുഴുവൻ മനുഷ്യർക്കും ഞാനൊരു ഭാരമാവും. ഇത് എവിടെയെങ്കിലും ഒന്ന് കൊണ്ടുപോയി അടക്കണം, ഇത് എവിടെയെങ്കിലും ഒന്ന് കൊണ്ടുപോയി മറവ് ചെയ്യണം, അല്ലെങ്കിൽ അത് ചീഞ്ഞ് നാറി സമൂഹത്തിലും ചുറ്റുപാടിലൊക്കെ ഭയങ്കര പ്രതിസന്ധി സൃഷ്ടിക്കും. ഇത് സ്മെല്ലൊക്കെ വരും. അതാണ് ഈ ശരീരം. ഈ ശരീരം നിലനിൽക്കുന്നത് ജീവനുള്ള. പക്ഷെ ജീവനെ കുറിച്ച് നമ്മൾ പലപ്പോഴും ചിന്തിക്കാറില്ല. ബാഹ്യമായ ശരീരത്തിന് വേണ്ടിയിട്ടുള്ള ഇച്ഛകൾക്ക് വേണ്ടിയിട്ടുള്ള പണികളാണ് പലപ്പോഴും നമ്മളുടെ ജീവിതത്തിലൊക്കെ ഉണ്ടാവാറ്. പക്ഷെ ഇത് രണ്ടും വേണം. നമ്മൾ ഇതിനെ ശ്രദ്ധിക്കണം. എന്തുകൊണ്ടാന്ന് വെച്ചാൽ ഇതിനുള്ളിലുള്ള ആത്മാവ്, പ്രാണൻ, ജീവൻ എന്നൊക്കെ പറയുന്ന ആ ഒരു അമൂല്യമായ, അതാ ഞാൻ നേരത്തെ പറഞ്ഞത്, നമ്മൾ പവിഴം എന്ന് പറയുമ്പോൾ നമ്മൾ എന്താണ് ജീവൻ, എന്താണ് ആത്മാവ്, എന്താണ് റൂഹ് എന്ന് കണ്ടെത്താൻ പലപ്പോഴും നമ്മൾ ശ്രമിക്കാറില്ല എന്ന് എനിക്ക് എന്നോടുള്ള ചോദ്യം ഞാൻ ഇപ്പൊ ഇവിടെ പറയുന്നത്. എനിക്ക് വളരെ വേണ്ടപ്പെട്ട ആളുകൾ ഇതിനകത്ത് ഉള്ളത് കൊണ്ട് തന്നെ എനിക്ക് അങ്ങനെ തന്നെ പറയാൻ തോന്നുന്നു. ഒരുപാട് സ്നേഹവും മനുഷ്യർ ഈ ഗ്യാങ്ങിലുണ്ട്. അപ്പൊ അതുകൊണ്ട് ഞാൻ എന്നോടുള്ള ഒരു അന്വേഷണം പച്ചയായി നിങ്ങളുടെ മുമ്പിൽ പറയുന്നു മാത്രം. ഇപ്പൊ എവിടെയാണ് ഈ ഇരിക്കുന്ന നജീബ് ഇന്ന് ഇവിടുന്ന് എഴുന്നേൽക്കുന്ന ഒരു ഉറപ്പില്ല. ഇന്ന് ഉദ്ദേശിച്ച കാര്യങ്ങൾ പൂർണ്ണമായി ചെയ്യുന്ന ഒരു ഉറപ്പില്ല. ഒരു ഉറപ്പില്ലാത്ത ഒരു കാര്യമാണ്. ഇന്ന് രാത്രി വീണ്ടും പുറത്തു പോയി ഞാൻ തിരിച്ച് എൻ്റെ വീട്ടിൽ വന്ന് മര്യാദക്ക് കിടന്നുറങ്ങുന്ന എനിക്കൊരു ഉറപ്പില്ല. ഇത്രയും ദുർബലമായ ഒരു സാഹചര്യത്തിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, ഈ ജീവൻ ഉള്ളത് കൊണ്ടാണ് ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ ജീവൻ എവിടെയാണ്? ഈ ആത്മാവെന്നോ പ്രാണെന്നോ റൂഹ് എന്നൊക്കെ വിളിക്കുന്ന ഈ ഒരു സംവിധാനം എവിടെയാണ് പലപ്പോഴും നമ്മൾ ചിന്തിക്കാൻ. പക്ഷെ പലരും നമ്മൾ ദൈവവിശ്വാസത്തെ കുറിച്ച് പറയുന്നുണ്ട്, അമ്പലത്തിൽ പോകുന്നുണ്ട്, പള്ളിയിൽ പോകുന്നുണ്ട്, നിസ്കരിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഒരുപാട് എന്തൊക്കെയോ ചെയ്ത് കൂട്ടുന്നുണ്ട്. നമ്മുടെ വസ്ത്രധാരണത്തിൽ നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ട്. ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ട്.
അതൊരു വിശ്വാസത്തിന്റെ പുറത്ത് ചെയ്യുമ്പോഴും എന്തിനാണ് ഞാൻ വിശ്വസിക്കുന്നതെന്നോ അല്ലെങ്കിൽ എന്താണ് എന്റെ വിശ്വാസം എന്നോ അറിഞ്ഞിപ്പോ നജീബ് ഫാത്തിമ എന്ന് പറയുന്ന ഒരു സ്ത്രീയുടെ ഗർഭപാത്രത്തില് ജന്മം എടുത്തപ്പോ നജീബിന് അവര് ശീലിപ്പിച്ചു തന്നതും പറഞ്ഞതും കേട്ട് വളർന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അല്ലാതെ മറ്റൊന്നുമില്ല. അപ്പൊ അവര് പറഞ്ഞ വിശ്വാസവും അവര് പറഞ്ഞ സംസ്കാരവും അവരുടെ രീതികളും കുറെയൊക്കെ ഞാൻ മനസ്സിലാക്കി. പക്ഷെ അത് പൂർണ്ണമായും ശരിയാണോ? ഒരു ചോദ്യമാണ്. ഞാൻ ഹൂ ഈസ് ഐ എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ അത് ചോദിക്കണം. എന്താണ് എന്റെ വിശ്വാസം? ചോദ്യങ്ങളാണ് നമുക്ക് നമ്മളോട്. എന്നോട് ഞാൻ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടേയിരിക്കുന്നു. ആ ചോദ്യങ്ങൾ ഇവിടെ ഷെയർ ചെയ്യുന്നു. ചോദിക്കണം, ഞാൻ ആരാണ്? അല്ലെങ്കിൽ എന്താണ് എന്റെ വിശ്വാസം? എന്താണ് എന്റെ ശരീരം? എന്താണ് എന്റെ ജീവൻ? ചോദ്യങ്ങൾ തന്നെയാണ്. നമ്മളൊരു ഒഴുക്കിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾക്ക് വലിയ പ്രസക്തിയുണ്ട്. അപ്പൊ ആ തരത്തിൽ ഒരു ചിന്ത ഇന്ന് ഒരുപക്ഷെ അങ്ങനെ ചിന്തിക്കുന്ന മനുഷ്യർ ഈ കൂട്ടത്തിൽ ഉണ്ടാവാം. ഉണ്ടെങ്കിൽ പോലും നമ്മളതൊന്ന് റിമൈൻഡ് ചെയ്യുന്നു. ആരാണ്? എന്താണ് എന്റെ ജീവൻ? എവിടുന്ന് വന്നു? നമ്മൾ വിശ്വാസം പറയുമ്പോൾ നമ്മൾ ദൈവികമാണ്, ദൈവത്തിലേക്ക് തിരിച്ചു പോകാനുള്ളതൊക്കെ പറയും, സ്വർഗവും നരകമൊക്കെ പറയുമ്പോൾ പോലും അതൊക്കെ ഒരു വിശ്വാസത്തിന്റെ പുറത്ത് നിൽക്കുമ്പോഴും നമുക്ക് നമ്മളോട് നമ്മുടെ യുക്തിയും ബുദ്ധിയും ചിന്തകളൊക്കെ അനുസരിച്ച് നമുക്ക് നമ്മളോട് തന്നെ ചോദിക്കാൻ പറ്റണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. പലപ്പോഴും ഖുറാനിലൊക്കെ അങ്ങനെ നിങ്ങൾ ചിന്തിക്കുവിൻ, അഫലാത്തക്കിലൂൻ, അങ്ങനെ നിങ്ങൾ സ്മരിക്കുവിൻ, ഓർക്കുവിൻ, ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട്. പല ഗ്രന്ഥങ്ങളിലും അങ്ങനെ പല മഹർഷിമാരും സൂഫി വര്യന്മാരൊക്കെ അങ്ങനെ പറയുന്നുണ്ട്. പക്ഷെ നമ്മൾ ചിന്തിക്കുന്നുണ്ടോ? ഇല്ല. കുറച്ചും കൂടി അവെയർ ആവുക, കുറച്ചും കൂടി നമ്മൾ എവിടെയാണ് എന്റെ ജീവൻ എവിടുന്നാ വന്നത്, അത് എവിടത്തേക്കാണ് പോകുന്നത്, അത് ഉറപ്പാണ്. നമ്മൾ ദൈവത്തിൽ വിശ്വസിക്കുന്നു, മതത്തിൽ വിശ്വസിക്കുന്നൊക്കെ ഉണ്ടെങ്കിൽ പോലും ഞാൻ പറയുന്നു, ദൈവത്തിന്റെ ഒരു അംശമായിട്ട് നമ്മളുടെ ഈ ആത്മാവിനെ, റൂഹിനെ, അല്ലെങ്കിൽ നമ്മൾ ഈ പറയുന്ന പ്രാണനെ നമ്മൾ കാണുകയാണെങ്കിൽ നമ്മുടെ ഉള്ളിൽ ആ ഒരു സംവിധാനം ഉണ്ട്, നമ്മുടെ ഉള്ളിൽ ദൈവമുണ്ട് എന്ന് വിശ്വസിക്കുമ്പോൾ നമുക്ക് കുറച്ചും കൂടി ബോധത്തോടു കൂടി ജീവിക്കാൻ പറ്റും തോന്നുന്നുണ്ട്. വേറെ വഴികളൊന്നും കാണുന്നില്ല. നമ്മളുടെ ഉള്ളിൽ ആരെയും മറച്ചു വെക്കാതെ, നമ്മളെ തന്നെ മറഞ്ഞ് നിർത്താതെ കുറച്ചും കൂടി ബോധത്തിൽ നമുക്ക് ജീവിക്കണമെങ്കിൽ എനിക്ക് തോന്നുന്നു നമ്മുടെ ഉള്ളിലെ ദൈവത്തെ, നമ്മുടെ ഉള്ളിലെ ജീവനെ ദൈവത്തിന്റെ ഒരു അംശമായി നമ്മൾ സങ്കല്പിക്കുകയാണെങ്കിൽ നമുക്ക് നമ്മളെ പറ്റിക്കാതെ, അങ്ങനെ ഒരു നാടൻ ഭാഷ പറഞ്ഞാൽ നമുക്ക് നമ്മളെ കുഴപ്പത്തിലാക്കാതെ നമുക്ക് കുറച്ചും കൂടി നന്നായി ജീവിക്കാൻ പറ്റും തോന്നുന്നു. അപ്പൊ ഞാൻ ചിരിക്കുമ്പോൾ എന്റെ മുന്നിലിരിക്കുന്ന ആളോട് ഞാൻ എന്തിനാണ് ചിരിക്കുന്നത്? എന്തെങ്കിലും ഒരു കാര്യം സാധിച്ചെടുക്കാനാണോ? അല്ലെങ്കിൽ ഞാൻ നടന്നു പോകുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? രണ്ട് ഉദ്ദേശങ്ങൾ എന്റെ മനസ്സിൽ ഉണ്ടാവാറുണ്ടോ? അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി ഞാൻ കൃത്രിമമായ ഏതെങ്കിലും രീതികൾ സ്വീകരിക്കുന്നുണ്ടോ? നുണ പറയുന്നുണ്ടോ? എന്തിനു വേണ്ടിയിട്ടാണ് ഞാൻ ഒരു കാര്യം ചെയ്യുന്നത്, പറയുന്നത്, കേൾക്കുന്നത് എന്ന് ചോദിച്ചാൽ രണ്ട് ഉത്തരങ്ങൾ ഉണ്ടെങ്കിൽ അതിൽ കാപട്യം ഉണ്ടാവും ഒരുപക്ഷെ. അതേസമയം ഒറ്റ ഉത്തരേ ഉള്ളൂ. ഇപ്പൊ ഇന്ന് രാവിലെ എനിക്ക് പ്രിയപ്പെട്ടവരായ കുറച്ച് മനുഷ്യർ എന്നെ വിളിക്കുന്നു, അതിൽ ജോയിൻ ചെയ്യുന്നു. ഞാൻ എന്നോട് തന്നെ ചോദിക്കുന്ന ചോദ്യം കുറച്ചും കൂടി ഉറക്കെ മറ്റു മനുഷ്യർക്കും കൂടി കേൾക്കാൻ വേണ്ടി പറയുന്നു. അതിലപ്പുറത്തേക്ക് എനിക്ക് ഈ വിഷയത്തിൽ എന്തെങ്കിലും താല്പര്യങ്ങളോ ഉണ്ടോ ഇല്ലേ എന്ന് ഞാൻ ഒരു ആത്മവിചാരണ നടത്തണം എന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ ഉണ്ടെങ്കിൽ അതൊരു വലിയ പ്രശ്നം തന്നെ. അപ്പൊ ഒരു കാര്യം ചെയ്യാൻ നമ്മൾ ശ്രമിക്കുമ്പോൾ എന്തിനു വേണ്ടിയാണ് അത് ചെയ്യുന്നതെന്ന് ചിന്തിക്കാൻ ഒരു നിമിഷമെങ്കിലും ഒന്ന് പോസ് ചെയ്തിട്ട് നമ്മൾ ആ കാര്യത്തിലേക്ക് പ്രവേശിക്കുകയാണെങ്കിൽ കുറച്ചും കൂടി നമുക്ക് ക്ലാരിറ്റി ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഇത് സ്വയം പ്രാക്ടീസ് ചെയ്യാൻ ശ്രമിക്കുന്ന കാര്യങ്ങൾ നിങ്ങളുടെ മുമ്പിൽ പറയണം. അങ്ങനെയാണ് ഇതിനെ കാണാൻ പാടും. ഞാൻ സ്വയം പ്രാക്ടീസ് ചെയ്യുന്ന, അല്ലാതെ ഒരു ഉപദേശമായിട്ടോ അല്ലെങ്കിൽ എന്തോ പറയുന്നതായിട്ടോ ഒന്നും തോന്നരുത്. നമുക്ക് എന്താണ് ഇവിടെ ചെയ്യാനുള്ളത്? സിനത്തെ ഞാൻ എന്റെ സമയമായ പറഞ്ഞോളൂ വേണ്ടിയിട്ടാ, ഞാൻ വാച്ച് നോക്കുന്നില്ല. അപ്പൊ നമുക്കിവിടെ എന്താണ് ചെയ്യാനുള്ളത്? യഥാർത്ഥത്തിൽ നമ്മൾ എന്താ ചെയ്യുന്നത്? ഒരു ശരാശരി മനുഷ്യന്റെ ആയുസ് എന്ന് പറയുന്നത്, നമ്മൾ പ്രസവിക്കുന്നു, നമ്മൾ സ്കൂളിൽ പോകുന്നു, കോളേജിൽ പോകുന്നു, ജോലി ചെയ്യുന്നു, അതല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കച്ചവടം ചെയ്യുന്നു,
പിന്നെ നമ്മൾ വിവാഹം കഴിക്കുന്നു, കുട്ടികൾ ഉണ്ടാവുന്നു, വീട് വെക്കുന്നു, ഒരുപക്ഷെ അതിനു വേണ്ടി നമ്മൾ പെടാപ്പാട് പെടുന്നു, ലോൺ എടുക്കുന്നു, പിന്നെ അത് കടം വീട്ടാനുള്ള ശ്രമങ്ങൾ നടത്തുന്നു. പിന്നെ അതിനിടയിൽ ഉണ്ടാവുന്ന കുറെ പ്രതിസന്ധികൾ വരുന്നു. ഇതിനൊക്കെ തരണം ചെയ്ത് വിഷമിച്ച് സ്ട്രഗിൾ ചെയ്ത് നമ്മളൊരു ദിവസം മരിച്ചു പോകുന്നു. അതിന്റെ ഇടയിൽ എന്തൊക്കെയോ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ ഓരോ നിമിഷവും ഈ നിമിഷം ജലാലുദ്ദീൻ റൂമി പറയുന്ന അതുപോലെ ഓരോ നിമിഷവും സുന്ദരമാവണം, സുന്ദരമായ പറ്റും. കഠിനമായ പ്രയത്നം. ഒരു പക്ഷേ ഇന്ത്യൻ പ്രധാനമന്ത്രിയാവാം, അമേരിക്കൻ പ്രസിഡന്റ് ആവാം, വലിയ സമ്പന്നനാവാം. അവനവനെ ഒന്ന് സമാധാനത്തിലാക്കാൻ ഞാനിപ്പോ ആഗ്രഹിക്കുന്നത് ഓരോ ദിവസവും സമാധാനത്തിലൊന്ന് കിടന്നുറങ്ങണം. അതിലപ്പുറത്തേക്കൊന്നും ആഗ്രഹിക്കാറില്ല. വന്നു ചേരുന്നതിനെ നമുക്കതിനൊക്കെ സ്വീകരിക്കുകയും വേണം. ആവശ്യമുള്ളത് സ്വീകരിക്കണം, ആവശ്യമില്ലാത്തത് ഒഴിവാക്കണം. നല്ല ശ്രദ്ധ ആവശ്യമാണ്. പക്ഷെ പലപ്പോഴും നമ്മൾ ശീലിച്ചതും നമ്മുടെ കുട്ടിക്കാലവും നമ്മളുടെ ജീവിതമൊക്കെ നമ്മൾ അങ്ങനെ ഒന്നല്ല പഠിപ്പിച്ചിട്ടുള്ളത്. പക്ഷെ നമ്മളായിട്ട് തന്നെ, കാരണം എൻ്റെ അച്ഛനും അമ്മയ്ക്കും എൻ്റെ സൃഷ്ടിപ്പിൽ നജീബ് എന്ന് പറയുന്ന ഒരാൾ ഉണ്ടാവുന്നതിൽ ഒരു പരിധിയിലപ്പുറം ഉത്തരവാദിത്തമില്ല. കാരണം അവർ നജീബിനെ ഉണ്ടാവണമെന്ന് തീരുമാനിച്ചതല്ല, നജീബും തീരുമാനിച്ചതല്ല. എനിക്ക് തന്നെ തീരുമാനിക്കാനാവേണ്ടതുണ്ട് എന്താണ് എൻ്റെ സമാധാനപരമായ ഓരോ നിമിഷത്തിനും ഞാൻ എന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണം എന്ന് എനിക്ക് തീരുമാനിക്കാൻ പറ്റണം. കാരണം വേറൊരാൾക്കും ഇതിൽ ഉത്തരവാദിത്തമില്ല. അതിന് ഏറ്റവും നല്ല മാർഗമായിട്ട് കാണുന്നത് നമ്മൾ ശീലിച്ച വിശ്വാസങ്ങളൊക്കെ നിലനിർത്തുമ്പോഴും എൻ്റെ ഉള്ളിലാണ് ആ ദൈവികമായ ആ ചേതന അല്ലെങ്കിൽ ആ ശക്തി എൻ്റെ ഉള്ളിലുണ്ട്. ഞാൻ അതിനെ പറ്റിക്കാൻ പാടില്ല. ഇതിനെ പൊതിഞ്ഞു നിർത്തുന്ന ഒരു ശരീരം മാത്രമാണ് നമ്മുടെ ശരീരം. അതിനെ സൂക്ഷിക്കുന്ന ഒരു കൂട് മാത്രമായിട്ട് നമ്മൾ ശരീരത്തിന് പ്രാധാന്യം കൊടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടി നമുക്ക് നന്നായി ചിന്തിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ശരീരത്തിന് നമ്മൾ പ്രാധാന്യം കൊടുക്കാറുണ്ട്, നമ്മുടെ വസ്ത്രത്തിന് പ്രാധാന്യം കൊടുക്കാറുണ്ട്. അപ്പൊ കുറച്ചും കൂടി ഈ ജീവനെ പൊതിഞ്ഞു നിർത്തുന്ന ഒരു സംവിധാനം മാത്രമായിട്ട് നമ്മൾ ശരീരത്തിനെ കാണുമ്പോൾ നമ്മുടെ സൗന്ദര്യം അല്ലെങ്കിൽ മറ്റുള്ളവർ എന്ത് പറയുന്നു, അല്ലെങ്കിൽ ഒരു ഫംഗ്ഷന് പോയ മുന്നിൽ കസാര ഇല്ലെങ്കിൽ നമ്മൾ അസ്വസ്ഥരാകുന്നു, അല്ലെങ്കിൽ നമ്മളെ പരിഗണിച്ചിട്ടില്ലെങ്കിൽ നമ്മൾ അസ്വസ്ഥരാകുന്നു, അല്ലെങ്കിൽ ഒരാൾ നമ്മളോട് ചിരിച്ചിട്ടില്ലെങ്കിൽ അസ്വസ്ഥരാകുന്നു, ഒരാൾ ദേഷ്യം പിടിച്ചാൽ നമുക്ക് അസ്വസ്ഥത സംഭവിക്കുന്നു. എന്തിനാണെന്ന് ചോദിച്ചാൽ നമുക്ക് ഉത്തരമില്ല. എന്നിട്ട് നമ്മൾ വിഷമിച്ചിരിക്കുക. ഇനിയിപ്പോ ആരെങ്കിലും നമ്മളോട് എന്തെങ്കിലും മോശമായിട്ട് പെരുമാറിയാൽ, അല്ലെങ്കിൽ ആരെങ്കിലും നമ്മളോട് ഏതെങ്കിലും രീതിയിൽ പ്രതിസന്ധി അനുഭവിപ്പിക്കുന്ന വിധത്തിൽ സമീപിച്ചാൽ നമ്മൾ അസ്വസ്ഥരാകുന്നു. എന്തിനാണെന്ന് ചോദിച്ചാൽ നമുക്കറിയില്ല. അപ്പൊ ഈ അസ്വസ്ഥത അപ്പുറത്തിരിക്കുന്ന ആളോട് ദേഷ്യവും വെറുപ്പും വിദ്വേഷവും ഒക്കെ ഉണ്ടാക്കുന്ന ഒരവസ്ഥയിലേക്ക് പോകുമ്പോൾ നമ്മൾ തന്നെ കലുഷമാവുന്നു, നമ്മളുടെ മനസ്സ് കലുഷമാവുന്നു, കലങ്ങുന്നു, കലങ്ങി പിന്നെ ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് പോകുന്നു. അപ്പൊ എനിക്ക് എന്നോടൊരു ഇഷ്ടം വേണം. എനിക്ക് എന്നോടൊരു ഇഷ്ടം തോന്നണമെങ്കിൽ ഞാൻ എന്താണെന്ന് ഞാൻ തിരിച്ചറിഞ്ഞേ പറ്റും. നമ്മൾ ശരീരത്തിനും ചുറ്റുപാടിനും പ്രാധാന്യം കൊടുക്കുന്നതിലുപരിയായിട്ട് നമ്മുടെ ആത്മാവിന്, പ്രാണന്, ഞാൻ വീണ്ടും ആവർത്തിക്കുന്നത് ഇതിൻ്റെ ഉള്ളിലിരിക്കുന്ന ദൈവികമായ ആ ഒരു ചേതനക്ക് നമ്മൾ പ്രാധാന്യം കൊടുക്കുമ്പോൾ നമ്മളുടെ ആരാധനാ കർമ്മങ്ങളായിക്കോട്ടെ, അല്ലെങ്കിൽ നമ്മളുടെ മറ്റെന്തെങ്കിലും പ്രവർത്തനങ്ങളായിക്കോട്ടെ, അതിനൊക്കെ ഒരു 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 ആശ്വാസവും സമാധാനവും തൃപ്തിയും അനുഭവിക്കാൻ നമുക്ക് പറ്റും എന്ന് എനിക്ക് തോന്നുന്നത്. അപ്പൊ ഞാൻ പറയുന്നത് ഇത്രയേ ഉള്ളൂ. ഞാൻ നിർത്തുകയാണ്. നമ്മുടെ ഉള്ളിലുള്ള ജീവനെ കുറിച്ച് നമ്മൾ ആലോചിക്കണം. പലപ്പോഴും യോഗ ചെയ്യുമ്പോഴും അല്ലെങ്കിൽ മെഡിറ്റേഷൻ ചെയ്യുമ്പോഴൊക്കെ ശ്വാസത്തിൽ ശ്രദ്ധിക്കുക. എന്താണ് ശ്വാസം എന്ന് അറിഞ്ഞിട്ടല്ല നമ്മൾ ശ്വാസത്തിൽ ശ്രദ്ധിക്കുന്നത്. ഈ ശ്വസിക്കുന്നത് കൊണ്ടാണ് ഇതിന്റെ ഉള്ളിലെ ജീവൻ നിലനിൽക്കുന്നത്. അതിന് രൂപമൊന്നുമില്ല, ഒരു രൂപവും ഇല്ലാത്തൊരു ജീവൻ. അത് പോയി എന്ന് നമ്മൾ പറയുന്നുണ്ട്, എങ്ങോട്ടോ പോകുന്നുണ്ട്. ജീവൻ പോയി എന്ന് പറയുമ്പോൾ നിങ്ങൾ എന്നോട് പറയും, ഫെമിയും സീനത്തൊക്കെ പറയും, അതാ നജീബ് മരിച്ചു. നജീബിന്റെ ശരീരത്തെ പിന്നെ ഞങ്ങൾ വേറെ ഡെഡ് ബോഡിന്നോ മയ്യത്തെന്നോ അല്ലെങ്കിൽ ശവം എന്നൊക്കെ വിളിക്കും. ഇതെങ്ങോട്ടോ പോകുന്നുണ്ട്, ഇത് എവിടുന്നോ വന്നിട്ടുണ്ട്. ഈ വന്ന സാധനത്തെ ഏറ്റവും മനോഹരമായി പോവാനുള്ള അവസരം ഒരുക്കുന്നതായിട്ടാണ് ഈ ജീവിതത്തെ കാണേണ്ടത് എന്നാണ് എനിക്ക് തോന്നുന്നത്. കഠിനമായ പരിശ്രമം ആവശ്യമാണ്. ഓരോ സെക്കൻഡും ശ്രദ്ധയോടുകൂടി ഇരിക്കൽ ആവശ്യമാണ്. നമ്മുടെ ഉള്ളിൽ കലുഷമായ വെറുപ്പ്, വിദ്വേഷം, അസൂയ, ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ വെച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ഈ പണി നടക്കില്ല. അപ്പൊ അതിനുള്ള സാഹചര്യങ്ങളിൽ നിന്ന് മാറി നിൽക്കാൻ നമുക്ക് പറ്റണം.
അത്തരം സാഹചര്യങ്ങളിൽ നിന്ന് മാറി നിൽക്കാതിരുന്ന് മുന്നോട്ട് പോവുകയാണെങ്കിൽ പോലും അതിനെ ഉൾക്കൊള്ളാൻ മാത്രം നമ്മൾ പ്രാപ്തരാവണം. അത്രയും അറിവും ശ്രദ്ധയുള്ള മനുഷ്യരാകുമ്പോൾ മാത്രമേ നമുക്കതിന് പറ്റുള്ളൂ. ധൃതി പിടിച്ചിട്ടുള്ള ഈ ഓട്ടങ്ങൾക്ക് തിരക്കുകൾക്ക് ബുദ്ധൻ ഒരിക്കൽ പറയുന്നുണ്ട്, കുറച്ച് ശിഷ്യന്മാരായിട്ട് പോകുമ്പോൾ ഒരു ശിഷ്യനോട് വെള്ളം എടുത്ത് വരാൻ പറയുന്നുണ്ട്. അപ്പൊ അദ്ദേഹം തിരിച്ചു വന്നിട്ട് പറഞ്ഞു, വെള്ളം കലങ്ങിയതുകൊണ്ട് ഞാൻ വെള്ളം എടുക്കുന്നില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോ ബുദ്ധൻ പറയുന്നുണ്ട്, നിനക്ക് ഇത്തിരി നേരം കാത്തിരിക്കാമായിരുന്നില്ലേ? വെള്ളം കലങ്ങിയ വെള്ളത്തിലെ ചെളിയൊക്കെ ഊറി തെളിഞ്ഞു വരാൻ എന്തുകൊണ്ട് സമയം കൊടുത്തില്ല എന്ന് ചോദിക്കുന്നുണ്ട്. നമ്മൾ കലങ്ങുമ്പോൾ ഇത്തിരി സമയം കൊടുക്കുക, അതിന് തെളിഞ്ഞു വരാനുള്ള അവസരം കൊടുക്കുക, ചിന്തകൾ അതങ്ങനെ അതിന്റെ പാട്ടിന് വിടാനുള്ള അവസരം കൊടുക്കുക. കുറച്ചും കൂടി ശ്രദ്ധയുള്ള മനുഷ്യരായിട്ട് ജീവിക്കാൻ നമുക്ക് സാധിക്കട്ടെ. അതിനൊരുപാട് കാര്യങ്ങൾ പറയാം. പക്ഷെ ഈ ജീവനുള്ള ശരീരം കൊണ്ട് നമുക്ക് ചെയ്യാനുള്ളത് ചുറ്റുമുള്ള ജീവജാലങ്ങൾക്ക് ഇത്തിരി സമാധാനം കൊടുക്കുന്ന വേണ്ടപ്പെട്ട ഒരാളായിട്ട് മാറാൻ സാധിക്കുമോ? ഞാൻ വലിയ കാര്യങ്ങൾ ഇപ്പൊ ഇല്ലാന്നോ അല്ലെങ്കിൽ അങ്ങനെ അതൊക്കെ സംഭവിച്ചു പോയതാണ്. എന്റെ വീടിന് ചുറ്റുമുള്ള ഒരു 5-6 വീട്ടിൽ ഞാൻ വേണ്ടപ്പെട്ട ഒരാളാണോ? സഹായിക്കുന്ന ആളെ കുറിച്ചല്ല ഞാൻ പറയുന്നത്. എന്റെ വീടിന് ചുറ്റുമുള്ള മനുഷ്യർക്ക് ഞാൻ വേണ്ടപ്പെട്ട ഒരാളാണോ? അവർക്കൊരാവശ്യം വരുമ്പോൾ അവർ നജീബിനെ ഓർക്കുന്നുണ്ടോ? അവർ സീനത്തിനെ ഓർക്കുന്നുണ്ടോ? അവർ ഫെമിനെ ഓർക്കുന്നുണ്ടോ? അവര് ഷെനീനെ ഓർക്കുന്നുണ്ടോ എന്ന് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കുക. നമ്മൾ കുറെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ പോലും എന്റെ ചുറ്റുമുള്ള മനുഷ്യർക്ക്, പ്രായമായ ഒരാള് ഒരു മുറിയിൽ വയ്യാതെ കിടക്കുന്നുണ്ടെങ്കിൽ അയാൾക്ക് എന്നെ കാണണം എന്ന് ആഗ്രഹം ഉണ്ടാവുന്നുണ്ടോ? വിധവയായ ഒരു സ്ത്രീ ഉണ്ടാവും, അവർക്ക് ആരോടൊന്നും പറയാൻ പറ്റില്ല, അവർക്ക് നജീബിനോട് പറയാൻ തോന്നുന്നുണ്ടോ? ചെറിയ കുട്ടികൾ ഉണ്ടാവും, അവർക്കൊരു കളിപ്പാട്ടം വേണമെന്നുണ്ടാവും, ഒരു പക്ഷേ വാങ്ങാൻ പറ്റിക്കൊള്ളുന്നില്ല. നമ്മുടെ വീട്ടിലൊരു വാഹനം ഉണ്ടാവും, പക്ഷെ അപ്പുറത്തെ വീട്ടിൽ വാഹനം ഇല്ലാത്ത മനുഷ്യർക്ക് ഒരുമിച്ച് എവിടെയെങ്കിലും പോവാൻ നജീബിനോട് ചോദിക്കാനുള്ള സ്വാതന്ത്ര്യവും ഇഷ്ടവും അവരുടെ ഉള്ളിലുണ്ടോ? എങ്കിൽ ഞാൻ വേണ്ടപ്പെട്ട ഒരാളാണ്, അല്ലെങ്കിൽ ഞാൻ ജീവിക്കുന്നതിന് അർത്ഥമുണ്ട് എന്ന് വേണമെങ്കിൽ പറയാം. മരണം വരെ നമുക്ക് അന്വേഷിക്കാം ഞാൻ ആരാണെന്ന്. നമ്മുടെ ചിന്തയും യുക്തിയും അറിവൊക്കെ വളരെ പരിമിതമാണ്. അപ്പൊ ആ നിലക്ക് ആ അന്വേഷണമായിട്ട് നമുക്ക് മുന്നോട്ട് പോവാം. ഇതിൽ ആരൊക്കെ ഉണ്ട്, പക്ഷെ ആരാണെന്ന് എന്നെ കാണാൻ വേണ്ടി ഫെമിന വീഡിയോ ഓണാക്കാൻ പറഞ്ഞു, പക്ഷെ ഇതിലുള്ളവരാരും എനിക്ക് കാണാൻ പറ്റുന്നില്ല. എല്ലാവരും രാവിലെ ആയതുകൊണ്ട് തിരക്കിലൊക്കെ ആയിരിക്കും, അതുകൊണ്ടായിരിക്കും. ഇപ്പൊ ഞാൻ പറയുന്നത് പോലും നിങ്ങൾ കേൾക്കുന്നത്, കാണുന്നില്ലെങ്കിൽ പോലും കേൾക്കുന്നത് നിങ്ങളുടെ കാത് കൊണ്ടാണ് എന്ന് എപ്പോഴെങ്കിലും നമ്മൾ ആലോചിച്ചിട്ടുണ്ടോ? ഒരു ചോദ്യം കൂടി ചോദിച്ചിട്ട് അവസാനിപ്പിക്കാനായിട്ട്. ഞാൻ കേൾക്കുന്നത് എൻ്റെ കാത് കൊണ്ടാണ്, ഇത് വലിയൊരു മെഷീൻ ഇതിനകത്ത് പ്രവർത്തിക്കുന്നത് കൊണ്ടാണ് നജീബ് എന്ന് പറയുന്ന ആൾ പറയുന്നത് ഞാൻ കേൾക്കുന്നത് എന്ന് നിങ്ങൾ ആരെങ്കിലും എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഞാൻ ഭക്ഷണം കഴിക്കുമ്പോൾ രുചി അറിയുന്നത് എൻ്റെ നാക്കിലെ ഏറ്റവും മനോഹരമായ സംവിധാനം ഉള്ളത് കൊണ്ടാണ് എന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? ഞാൻ സ്മെല് ചെയ്യുന്നത് എൻ്റെ മൂക്കിന് അതിനുള്ള കപ്പാസിറ്റി ഉള്ളത് കൊണ്ടാണെന്ന് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഞാൻ കാണുന്നത് എൻ്റെ കണ്ണിന് അത്രയും മനോഹരമായ ഒരു സംവിധാനമായത് കൊണ്ടാണ് ഞാൻ കാണുന്നത് നമ്മൾ ആരെങ്കിലും എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? നമ്മൾ ഇതൊക്കെ പ്രവർത്തിക്കുന്നതും ചെയ്യുന്നതൊക്കെ എൻ്റെ തലയിൽ അങ്ങനെ പറയുന്നു, നമുക്കതിൽ ഉറപ്പൊന്നുമില്ല, എനിക്കറിയില്ല അതിനെക്കുറിച്ച്. നമ്മുടെ തലച്ചോറിന്റെ സംവിധാനം എല്ലാം കേന്ദ്രീകരിച്ച് വിശദമായി നമ്മളെ സംവിധാനിപ്പിക്കുന്നു എന്ന് നമ്മൾ എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? എൻ്റെ കൈ കൊണ്ട് ഞാൻ എന്തെങ്കിലും ഒരു പ്രവൃത്തി ചെയ്യുമ്പോൾ എൻ്റെ കൈൻ്റെ മുകളിൽ ഒരു നഖം, 5 വിരലിന്റെ മുകളിൽ ഈ നഖം ഉള്ളതുകൊണ്ടാണ് പേന കൊണ്ട് മര്യാദക്ക് ഉറപ്പോട് കൂടി ഒന്ന് എഴുതാൻ പറ്റുന്നത്. നമ്മൾ ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ അല്ലെങ്കിൽ ഭക്ഷണം കുഴച്ച് കഴിക്കുമ്പോൾ ഈ നഖം ഇവിടെ ഉള്ളത് കൊണ്ടാണ് കൈവിരലുകൾക്ക് ഉറപ്പ് ലഭിക്കുന്നത്. ആ നഖം ഇല്ലെങ്കിൽ അത് സാധിക്കൂല. നമ്മളിലേക്ക് നമ്മൾ നോക്കുക. നമ്മൾ മറ്റുള്ളവരിലേക്ക് പോവാനും മറ്റുള്ളവരിലേക്ക് ട്രെയിനിങ് കൊടുക്കാനും അല്ലെങ്കിൽ സഹായിക്കാനൊക്കെ പോകുമ്പോൾ നമ്മൾ നമ്മളെ ശ്രദ്ധിച്ചിട്ടുണ്ടോ? കണ്ടെത്താൻ ശ്രമിച്ചിട്ടുണ്ടോ? ഈ ഒരു ചിന്ത നമ്മുടെ ഉള്ളിൽ ഉണ്ടാവുകയാണെങ്കിൽ നമ്മളെ കൂടിയത് ഗുണമായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നത്. അതിന് സാധിക്കട്ടെ എന്ന് ഞാൻ പറയുന്നു. ഇപ്പൊ നമ്മൾ ദൈവവിശ്വാസികളായിട്ടുള്ള മനുഷ്യരാണെങ്കിൽ പോലും അല്ലെങ്കിലും ഞാൻ ദൈവത്തിന്റെ ഒരു പ്രതിനിധിയാണോ? ഖലീഫത്തുള്ള എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. നമ്മൾ രാഷ്ട്രീയ സംഘടനകൾക്ക് വേണ്ടി പ്രവർത്തിക്കും, മതത്തിന് വേണ്ടി പ്രവർത്തിക്കും. എനിക്ക് വേണ്ടി, എൻ്റെ ജീവന് വേണ്ടി, എൻ്റെ ഉള്ളിലെ ആത്മാവിന് വേണ്ടി എൻ്റെ ശരീരത്തെ ഞാൻ പ്രവർത്തിച്ചിട്ടുണ്ടോ? ഇപ്പൊ ഈ ശരീരം കൊണ്ട് ഏതെങ്കിലും ഒരു മനുഷ്യന്
ഉപകാരപ്രദമായ ഒരു കാര്യം ചെയ്യുന്നുണ്ടെങ്കിൽ, മറ്റൊരു താല്പര്യങ്ങളും ഇല്ലാതെ ചെയ്യുന്നുണ്ടെങ്കിൽ എൻ്റെ ജീവൻ സംതൃപ്തമാവും, എന്നാൽ എൻ്റെ ദൈവം സംതൃപ്തമാവും എന്ന് വിശ്വസിച്ച് നമുക്ക് പ്രവർത്തിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ആരെയും കാണിക്കാൻ വേണ്ടി ചെയ്യേണ്ടതില്ല, ഒരാളുടെയും തൃപ്തിക്ക് വേണ്ടി ചെയ്യേണ്ടതില്ല, മറ്റൊരാളുടെയും ഇഷ്ടത്തിന് വേണ്ടി ചെയ്യേണ്ടതില്ല. എൻ്റെ ഉള്ളിലെ എൻ്റെ ആ അമൂല്യമായ ആ പവിഴം, ആ മുത്ത്, അതിനു വേണ്ടി ഞാൻ പ്രവർത്തിക്കുന്നു. അതിനുവേണ്ടി പ്രവർത്തിക്കുന്നു എന്ന് പറയുമ്പോൾ നമുക്ക് നമ്മളോട് ഇഷ്ടം തോന്നും, നമുക്ക് നമ്മളോട് സ്നേഹം തോന്നും, സുഖമായിട്ട് കിടന്നുറങ്ങാൻ പറ്റും. അത് തെറ്റുമ്പോൾ നമ്മൾ നന്നായി തെറ്റിപ്പോകും. അപ്പൊ അതിന് തെറ്റാതെ മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞാൻ നിർത്തുകയാണ്. ഇനി എപ്പോഴെങ്കിലും നമുക്ക് ഒരുമിച്ച് കാണാൻ പറ്റുമെങ്കിൽ കാണാം. ഇത് വീട്ടിലാണ് ഇപ്പൊ ഉള്ളത്, ഉമ്മയും വൈഫും മാത്രമേ ഉള്ളൂ, കുട്ടികളൊന്നും ഇവിടെ ഇല്ല. എല്ലാരും ഇവിടെ വരാത്ത ആളുകൾ എനിക്ക് വരണം, ഇലയിൽ വരണം. കൂടുതൽ നമ്മളിപ്പോ ഇങ്ങനെ ഞാൻ പറയുന്നത് മാത്രമേ കേട്ടിട്ടുള്ളൂ. നമുക്ക് കൂടുതൽ കാണാനും വളരെ സ്നേഹത്തോടു കൂടി പരസ്പരം കാണുമ്പോൾ നമുക്ക് തിരിച്ചറിയാനും സാധിക്കുന്ന വിധത്തിൽ മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഇനി നിങ്ങളുടെ പ്രൊസീജിയർ എന്താണെന്ന് എനിക്കറിയില്ല. ഞാൻ എന്തായാലും 5 മിനിറ്റ് പറഞ്ഞതിനേക്കാൾ 4 മിനിറ്റ് മുന്നേ നിർത്തിയിട്ടുണ്ട്. എന്തെങ്കിലും പറയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങനെ ആവാം. നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. എല്ലാവർക്കും നമസ്കാരം. അഹം ബ്രഹ്മാസ്മീതി ബോധേന സർവം ശാന്തം നിരാമയം. ഞാൻ ആര് എന്ന ബോധത്തിൽ നിന്നാണ് ശാന്തിയും പൂർണ്ണതയും ഉണ്ടാകുന്നത്. എന്നിട്ട് നമ്മൾ എപ്പോഴെങ്കിലും ആ ബോധത്തിലേക്കും ബോധ്യത്തിലേക്കും ഒരു യാത്ര നടത്തിയിട്ടുണ്ടോ? ഞാൻ എവിടെയാണെന്നും എങ്ങനെയാണെന്നും ചിന്തിച്ച് ആകുലപ്പെടുന്നതിനപ്പുറം സമാധാനപരമായ ഈ യാത്രക്ക് നമ്മൾ ഇതിനു മുമ്പ് ഒരുങ്ങിയിട്ടുണ്ടോ? സ്വന്തത്തിലേക്ക് നടത്തിയ ലളിതമായ ഒരു യാത്രയെ നമ്മൾ എല്ലാവരും ഇന്ന് ഒന്നിച്ചനുഭവിച്ചു അല്ലേ? വിസ്മയം പോലെ ലഭിക്കുന്ന നിമിഷത്തിനർത്ഥം കൊടുത്തു പൊലിപ്പിച്ചിടുക നാം എന്ന് കടമ്മനിട്ട എൻ്റെ ഉള്ളിലിരുന്ന് പാടുന്നത് ഞാൻ കേൾക്കുന്നു. വലിയ തത്വചിന്തകളുടെയോ സങ്കീർണമായ വാക്കുകളുടെയോ ഭാരമില്ലാതെ വളരെ ലളിതമായി ഒരു സൗഹൃദ സംഭാഷണം പോലെ ഈ വിഷയത്തെക്കുറിച്ചുള്ള ചിന്തകൾ നമ്മളിലേക്ക് പകർന്നു തന്ന പ്രിയങ്കരനായ നജീബ്ക്കയോട് സിജി ഡിവിഷൻ പ്രോഗ്രാമിന്റെ മനസ്സ് നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. ഒരു ക്ലാസിന്റെ അതിർവരമ്പുകളില്ലാതെ സൗമ്യമായ വാക്കുകളിലൂടെ സ്വന്തം ഉള്ളറകളിലേക്ക് നോക്കാൻ നമ്മെ പ്രേരിപ്പിച്ചതിനാണ് സ്നേഹം ചാലിച്ച ഈ നന്ദി പറച്ചില്. ഡിവിഷൻ പ്രോഗ്രാമിനെ ഓരോ ദിവസവും ചലിപ്പിക്കുന്ന ഡയറക്ടർ നൂസിയ മാഡം ഉൾപ്പെടെയുള്ള ടീം അംഗങ്ങൾക്കും സ്നേഹം. അതോടൊപ്പം ഒരാളൊന്ന് പരിചയപ്പെടുന്നുണ്ട്. ഞാനിങ്ങനെ സഞ്ചരിക്കുമ്പോ എന്റെ കൂടെയുള്ള ഒരു മനുഷ്യൻ ഇവിടെ ഉണ്ട്. ജസ്റ്റ് നിങ്ങളൊന്ന് കാണാൻ. നസീമ. പറയോ വല്ലതും? ഒന്നും പറയാനില്ല. എനിക്കൊരു ചായ കൊടുന്നു. അപ്പൊ കൊടുന്ന ആളൊന്ന് പരിചയപ്പെടുത്താൻ വേണ്ടിട്ട് മാത്രം വിളിച്ചു. സന്തോഷം. അതോടൊപ്പം ഈ സംഭാഷണത്തിന്റെ ആഴം മനസ്സിലാക്കി വളരെ ശാന്തരായി ഇത് കേട്ടിരുന്ന പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നു. കേൾക്കാൻ മനസ്സുള്ള ഒരു സദസ്സുള്ളപ്പോഴാണ് ഇത്തരം നല്ല ചിന്തകൾക്ക് ജീവൻ വെക്കുന്നത്. ഈ മനോഹരമായ നിമിഷത്തിന്, നല്ല ചിന്തകൾക്ക്, നിശബ്ദമായ പിന്തുണക്ക് എല്ലാവരോടും സ്നേഹം. ആരെന്നു തേടി നടന്നു ഞാൻ എന്നെ തന്നെ, അവസാനം ഈ നിശബ്ദതയിൽ ഞാൻ എന്നെ തൊട്ടു. താങ്ക് യു ഓൾ.